ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ ലിക്വിഡ് ഫെർട്ടിലൈസർ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഞാൻ കുറേ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കീടനാശിനിയായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ഇതിനകത്ത് ഗോമൂത്രം ചേർത്ത് ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ചെടുത്ത് നമുക്ക് സ്പ്രേ ചെയ്തും കൊടുക്കാം, ഈ മുഞ്ഞി അതുപോലൊക്കെയുള്ള കീടങ്ങൾക്ക് വേണ്ടി. അപ്പോൾ അങ്ങനെ നോക്കി ചെന്നപ്പോൾ കിട്ടിയതാണ് ഈ ഒരു ബോട്ടിൽ. അപ്പോൾ ഇത് എന്തുവാണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. ഞാൻ ഒരുപാട് ലിക്വിഡ് ഫെർട്ടിലൈസർ ഇതുപോലെ ഉണ്ടാക്കി വെക്കുന്നത് കാരണം. പിന്നെ ഇതൊന്ന് ഇളക്കി നോക്കിയപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ഫിഷ് അമിനോ ആസിഡായിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിൽ വാങ്ങിക്കുന്ന മീനിൻ്റെ വേസ്റ്റൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഇങ്ങനെ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കൂടുതലും ഇതുപോലെ ചെറിയ ചെറിയ ടിന്നിലിട്ട് വയ്ക്കുമായിരുന്നു. അതിന് പ്രത്യേക അളവൊന്നുമില്ല. നമ്മുടെ വേസ്റ്റ് എടുക്കും, അതിലെത്ര വേസ്റ്റ് ഉണ്ടോ അതിടും, അതിൻ്റെ കൂടെ കുറച്ച് ശർക്കരയും കൂടി ഇട്ട് വയ്ക്കും. ശർക്കരയ്ക്ക് പ്രത്യേക അളവൊന്നും എടുക്കാറില്ലായിരുന്നു. അപ്പം ഇത് അത്ര ലിക്വിഡ് ആയിട്ടില്ല, കറക്റ്റ് പരുവായിട്ടില്ല. എങ്കിലും ഞാനൊന്നെടുത്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് അരിച്ചെടുക്കുകയാണ്. പക്ഷേ അതങ്ങോട്ട് അലിഞ്ഞ് വീഴുന്നില്ല തുണിയിലൂടെ. എനിക്ക് തോന്നുന്നത് അത് കറക്റ്റ് ഫോമിലായിട്ടില്ല, അതുകൊണ്ടായിരിക്കും. നേരത്തെ ഞാൻ ഉണ്ടാക്കിയത് ഇങ്ങനെ അരിച്ചെടുക്കുമ്പോൾ നല്ലതുപോലെ അരിച്ച് വരുമായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അത് കറക്റ്റ് സമയമായിട്ടില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും. അത് മാത്രമല്ല കുറച്ച് ഓയിലി ആയിട്ടും തോന്നുന്നുണ്ട്. ഞാൻ ഈ ശർക്കര കറക്റ്റായിട്ട് 1 കിലോ മത്തിക്ക് 1 കിലോ ശർക്കരയും തന്നെയല്ല നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ ചേർക്കാറില്ലായിരുന്നു. മത്തിയുടെ വേസ്റ്റ് ഇടും, പിന്നെ അതിൻ്റെ സ്മെല്ലെടുക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് ശർക്കര ചേർക്കുമായിരുന്നു. ഇനി ഇതിൽ കുറച്ച് ശർക്കരയും കൂടി ഇട്ട് വയ്ക്കണം. അപ്പം കുറച്ച് നല്ലതുപോലെ ഇതായി കിട്ടുമെന്ന് തോന്നുന്നു. ശർക്കരയുടെ കുറവ് കൊണ്ടാണോ ഈ ഓയിൽ ഇങ്ങനെ തെളിഞ്ഞിരിക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഈ മഴയായത് കാരണം ചില ഇലകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഫിഷ് അമിനോ ആസിഡ് കൂടുതലും ഫ്ലവർ ഉണ്ടാക്കാനും ഒക്കെയാണ് നല്ലതെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ചെടികൾക്കൊക്കെയാണ് ഇപ്പോൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് നല്ല ഇച്ചിരി സ്മെല്ലും വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ശർക്കരയുടെ കുറവ് തന്നെയാണ്. അപ്പം നല്ലപോലെ ഇച്ചിരി കൂടെ ശർക്കര ഇട്ട് ഒരു 2-3 ആഴ്ച കൂടി വെക്കേണ്ടി വരും ഇത് കറക്റ്റ് ഇതിലായി കിട്ടാൻ. ഇതുപോലെ ഒരു ഡബ്ബയും കൂടെ ഉണ്ടായിരുന്നു, ഞാൻ അതിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇത് കറക്റ്റ് ഫോം ആയിട്ടില്ല, അതുകൊണ്ടാണ് അതിനൊരു സ്മെല്ലും വരുന്നത്. പിന്നെ ശർക്കരയുടെ കുറവും ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാ ചെടികൾക്കും ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. മഴയായത് കാരണം എല്ലാം നനഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പുറത്തൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. ഇലകളിലും തണ്ടിലുമാണ് കൂടുതലും സ്പ്രേ ചെയ്യുന്നത് ഞാൻ കേട്ടോ. പയറൊക്കെ നല്ലപോലെ പിടിക്കുന്ന ചെടിയാണ്. പിന്നെ ഇത് നമ്മുടെ കലാഞ്ചി ചെടിയാണ്, നല്ലതുപോലെ കിളിച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് ഈ നല്ല വേരായി കാണും. ഇപ്പോൾ ഇതിന് സെല്ല് ചെയ്യാനുള്ള പരുവാണ്. പക്ഷേ ഇതിൽ ഏതൊക്കെ പൂക്കളാണെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. സ്ഥലം അധികം ഇല്ലാത്ത കാരണം ഞാൻ ഈ ഒരു ചെറിയ പോട്ടിൽ തന്നെ എല്ലാം കൂടെ കട്ട് ചെയ്ത് നട്ടതാണ്. 2-3 പോട്ടിൽ നിന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ ഒരെണ്ണത്തിൽ നട്ടപ്പോൾ ഇതിൻ്റെ കളർ മനസ്സിലാവില്ല. അല്ലെങ്കിൽ നമുക്കിപ്പോൾ സെയിലിനിടായിരുന്നു. ഞാൻ പണ്ട് ഈ പ്രായത്തിലുള്ള കുഞ്ഞു ചെടിയായിരുന്നു ആദ്യം വാങ്ങിച്ചത്, ഓൺലൈനായിട്ട് വാങ്ങിച്ചത്. അതിന് 50 രൂപയായിരുന്നു അതിൻ്റെ അന്നത്തെ റേറ്റ്. പക്ഷേ ഇത് പൂക്കളുടെ ഇതറിയാൻ പറ്റാത്ത കാരണം അത് പൂക്കളാകാതെ പറ്റത്തില്ല നമുക്ക് സെയിൽ ചെയ്യാൻ. ഒരേ കളറിൽ 1-2 ചെടികളൊന്നും നമുക്ക് സെയിൽ ചെയ്താൽ അത് വാങ്ങിക്കുന്നവർക്കും ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ പൂക്കളായിട്ട് എന്തായാലും കൊടുക്കുന്നുള്ളൂ. അതിനി 1-2 മാസം വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഇതും എല്ലാം കുറച്ചൊക്കെ ചെടികളുണ്ട് അഗ്ലോണിമ സെയിൽ ചെയ്യാനായിട്ട്. എല്ലാ ചെടികളും സെയിൽ ചെയ്യാനായിട്ട് കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് സ്ഥലപരിമിതി കുറവായത് കാരണം അങ്ങനെ ഒരുപാട് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെക്കാനും പറ്റുന്നില്ല. പക്ഷേ എനിക്കത് അങ്ങനെ ചെയ്ത് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. വലിയ റേറ്റൊന്നും ഇല്ലാതെ ചെറിയ റേറ്റിൽ എല്ലാവർക്കും ചെടികൾ കൊടുക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. നല്ല നല്ല ചെടികൾ വാങ്ങിച്ചിട്ട് അതിൽ നിന്നും പുതിയ കുഞ്ഞു ചെടികളുണ്ടാക്കി ചെറിയ റേറ്റിൽ കൊടുക്കാൻ ആഗ്രഹം. ഞാനിപ്പം നമ്മുടെ ബൊഗൈൻവില്ലയൊക്കെ വാങ്ങിച്ചത് അങ്ങനെ കൊടുക്കാനാണ്. അപ്പം പുതിയൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം.